മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2026 മാർച്ച് 4 ബുധൻ. പശ്ചിമ ബംഗാളിൽ SIRന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് 63.66 ലക്ഷം പേരെ വെട്ടിമാറ്റിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി മുസ്ലിം ന്യൂനപക്ഷക്കാരെ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര നീക്കമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ബംഗാൾ വോട്ടർ പട്ടികയിലെ അട്ടിമറി. നുഴഞ്ഞുകയറ്റക്കാരുടെ പേരു മാത്രമേ SIR വഴി മാറ്റിയിട്ടുള്ളൂവെന്നും BJP അധികാരത്തിലെത്തിയാൽ അവരെ സംസ്ഥാനത്തു നിന്നു തന്നെ പുറത്താക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുറന്നു പ്രഖ്യാപിച്ചതോടെ തീവ്ര ഹിന്ദുത്വ സർക്കാരിൻ്റെ ഉള്ളിലിരിപ്പ് സംശയാതീതമായി അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. പശ്ചിമ ബംഗാളിലെ മധുരാപൂരിൽ BJPയുടെ പരിവർത്തൻ യാത്ര ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുകയാണ് BJPയുടെ പ്രഥമ ലക്ഷ്യമെങ്കിൽ അസം, ബംഗാൾ, ബീഹാർ സംസ്ഥാനങ്ങളിലുണ്ടെന്ന് അവർ ആരോപിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷക്കാരായ നുഴഞ്ഞുകയറ്റക്കാരെ കൂട്ടത്തോടെ രാജ്യഭ്രഷ്ടരാക്കുകയാണ് രണ്ടാം ഘട്ടമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ ആക്രോശം വ്യക്തമാക്കുന്നു. നിർണായകമായ മുസ്ലിം വോട്ടുകൾ വഴിയാണ് 3 പതിറ്റാണ്ടിലധികം കാലം CPM നയിക്കുന്ന ഇടതുമുന്നണി പശ്ചിമ ബംഗാളിൽ ഭരിച്ചതെന്ന സത്യം അനിഷേധ്യമാണ്. തുടർന്ന് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഭരണം പിടിച്ചതും ഇടതുഭരണത്തിൽ നിരാശരായ ന്യൂനപക്ഷത്തിൻ്റെ സംഘടിത പിന്തുണയോടെയാണ്. 2011 മുതൽ ആരംഭിച്ച ഭരണത്തിൻ്റെ 4ാം ഊഴം സംബന്ധിച്ച മമതയുടെ പ്രതീക്ഷയും പ്രസ്തുത വോട്ട് ബാങ്കിനെ തന്നെ മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്ന് ആസൂത്രണം ചെയ്താണ് വോട്ടർമാരെ വെട്ടിമാറ്റിയതെന്ന മമതയുടെ ആരോപണം ശരിവയ്ക്കുന്നതാണ് അമിത്ഷായുടെ ഉപര്യുക്ത പ്രസ്താവന. ഈ അട്ടിമറിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹാജരായി തൻ്റെ ന്യായവാദങ്ങൾ നാടകീയമായി അവതരിപ്പിച്ച മമതാ ബാനർജിയുടെ നീക്കത്തിൻ്റെ കൂടി ഫലമായിട്ടാവണം പരമോന്നത കോടതി വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധനയ്ക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു ഉന്നത ജുഡീഷ്യൽ സംഘത്തെ നിയോഗിച്ചത്. പക്ഷേ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ നടന്ന പരിശോധനയ്ക്ക് ശേഷവും പുറത്തുവന്ന വോട്ടർ പട്ടികയിൽ 63.66 ലക്ഷം സമ്മതിദായകരാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാരിൽ 8.3%. നിലവിലെ ആകെ വോട്ടർമാർ 7.04 കോടിയിലധികം വരും. 7.66 കോടിയിൽ നിന്നാണ് ഇത്രയും ഭീമമായ സംഖ്യ പുറന്തള്ളപ്പെട്ടിരിക്കുന്നത്. പേരിനു നേരെ അഡ്ജുഡിക്കേഷൻ എന്ന് പട്ടികയിൽ രേഖപ്പെട്ടവർക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാവില്ല. ഏറെ ആസൂത്രിതവും ഏകപക്ഷീയവുമായ ഇത്തരമൊരു ആത്യന്തിക നടപടിക്ക് ഇലക്ഷൻ കമ്മീഷൻ ധൃഷ്ടരായത് എന്തുകൊണ്ട് എന്നാലോചിച്ച് തലപുകയ്ക്കേണ്ടതില്ല. ഇതിനെല്ലാം വേണ്ടിയാണ് നിലവിലെ ഇലക്ഷൻ കമ്മീഷൻ നിലകൊള്ളുന്നത് തന്നെ. ഭരണകക്ഷിയുടെ സഖ്യകക്ഷി പോലൊരു കമ്മീഷനെ തന്നെ ജനാധിപത്യത്തിൻ്റെ ആധാരശിലയായ പൊതു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിർവഹണത്തിന് നിയോഗിക്കാൻ ആവശ്യമായ നിയമഭേദഗതികൾ സർക്കാർ ആദ്യമേ കൊണ്ടുവന്നിരുന്നു. കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അനിഷേധ്യാധികാരം കമ്മീഷന് ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതിയുടെ ഇടപെടൽ പോലും ലക്ഷങ്ങളുടെ സമ്മതിദാനാവകാശ നിഷേധത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥിതിവിശേഷം ഇപ്രകാരം രൂപപ്പെട്ടതാണ്. പശ്ചിമ ബംഗാളിലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ മാൽഡ, മുർഷിദാബാദ്, 24 പർഗാനാസ് തുടങ്ങിയ ജില്ലകളിലാണ് SIR പ്രക്രിയ ഏറ്റവും ദ്രോഹകരമായി ബാധിച്ചിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. പശ്ചിമ ബംഗാളിലെ മുസ്ലിം ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണെന്ന ഹിന്ദുത്വ മുറവിളി നേരത്തെ തുടങ്ങിയതാണ്. 1971 ബംഗ്ലാദേശ് പിറവിക്കുള്ള യുദ്ധവേളയിൽ ലക്ഷക്കണക്കിന് കിഴക്കൻ പാകിസ്ഥാൻകാർ ഇന്ത്യൻ മിലിറ്ററിയുടെ സമ്മതത്തോടെ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി പ്രവഹിച്ചിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ അവരിൽ ഗണ്യമായ വിഭാഗം ഹിന്ദുക്കളായിരുന്നു. ഇന്ത്യയിൽ സ്ഥിരവാസം തുടങ്ങിയ ഹിന്ദുക്കളുടെ വോട്ടവകാശം നിഷേധിക്കാനോ അവരെ രാജ്യഭ്രഷ്ടരാക്കാനോ BJP സർക്കാരിന് ഉദ്ദേശമില്ല. അവരതിന് തയ്യാറുമല്ല. അതേ അവസരത്തിൽ മുസ്ലിങ്ങളെ തിരിച്ചയക്കണമെന്നതാണ് ശാഠ്യം. ബംഗ്ലാദേശ് ആവട്ടെ അവരെ ഏറ്റെടുക്കാൻ സന്നദ്ധവുമല്ല. മതിയായ തെളിവുകളുടെ വെളിച്ചത്തിലല്ല ഈ പുറത്താക്കൽ നടപടി എന്നും ഓർക്കണം. ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെല്ലാം ബംഗ്ലാദേശുകാർ എന്ന തീർത്തും വിവേചനപരവും അന്യായവുമായ വിധിതീർപ്പാണ് അസമിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ മനുഷ്യത്വരഹിതമായ മനുഷ്യവേട്ടയുടെ പിന്നിൽ. അതൊരു ഭാഗത്ത് തകൃതിയായി തുടരവെ തന്നെയാണ് പശ്ചിമ ബംഗാളിലും അതേ പ്രക്രിയ നിർദാക്ഷിണ്യം നടപ്പാക്കാൻ പോകുന്നത്. മമതാ ബാനർജിയുടെ ഒറ്റയാൾ പോരാട്ടം ഹിന്ദുത്വ ഭീകരതയെ പരാജയപ്പെടുത്തുന്നതിൽ എത്രത്തോളം ഫലവത്താകുമെന്ന് കണ്ടറിയണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിൻ്റെ പ്രതിയോഗികളായ കോൺഗ്രസും CPMഉം വോട്ടർ പട്ടികയിലെ പുറന്തള്ളലിനെതിരെ മമതയോട് എത്രത്തോളം സഹകരിക്കുമെന്നതും പ്രശ്നമാണ്.
മാധ്യമം പോഡ്കാസ്റ്റ്.